ആരെയും കാണുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇന്നത്തെ വിഷയം ഒരു സ്ത്രീ തന്നെയാണ്. സ്ത്രീ മീൻസ് ശ്വേതാ മേനോൻ. ശ്വേതാ മേനോനെ കുറിച്ച് ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കോലാഹലം. ശ്വേതാ മേനോൻ പോൺസൈറ്റ് ചെയ്യുന്നു, പോൺസൈറ്റ് വിറ്റ് പൈസ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അശ്ലീല വീഡിയോസ് എല്ലാം വിറ്റിട്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്നു, നാടിനെ വഴിതെറ്റിക്കുന്നു, ലോകത്തെ വഴിതെറ്റിക്കുന്നു എന്ന് വേണ്ട. അങ്ങനെ ഒരുപാട് വലിയ 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 അപവാദങ്ങൾ, ആരോപണങ്ങൾ. അങ്ങനെ ആരോപണം ചെന്നിട്ട് അവസാനം ചെന്ന് നിന്നത് ഒരു കേസിന്റെ വക്കിലാണ്. അതായത് മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ഒരു എംബോക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആ വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് ഐ എം സോ സോറി. അയാളെ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന എംബോക്കികൾക്ക് എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അത് ഈ പറയുന്നവന്മാരുടെ സ്ഥിരം ഏർപ്പാടായിരിക്കാം. കാരണം ഒരു സ്ത്രീ നിവർന്നു നിന്ന് അല്ലെങ്കിൽ സ്വന്തം നട്ടെല്ലിൽ നിവർന്നു നിന്ന് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരവരുടേതായ കഴിവുകൾ തെളിയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീ എഗെയിൻസ്റ്റ് ആയിട്ട് പുരുഷനെ നേരെ നിവർന്നു നിന്ന് സംസാരിക്കുമ്പോൾ, ആ സ്ത്രീ എപ്പോഴും രണ്ടും കെട്ടവളാണ്, രണ്ടും കെട്ടി തണ്ടും വിട്ടവളാണ്. അങ്ങനെയാണ് പറയുക സാധാരണ. അതിൽ ഈ സമൂഹത്തിൽ അംഗീകരിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. സ്ത്രീകൾക്ക് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടാറ്. എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നമുക്ക് എതിർ സെക്സിൽ നിന്നിട്ടാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടാറ്. അത് ഏത് സാഹചര്യത്തിലായാലും, ഏത് പബ്ലിക് ഇടങ്ങളിലായാലും ശരി. ഇപ്പൊ നോക്കൂ, ഒരു ബസ്സിൽ കയറി നമ്മൾ ഒരു കൊച്ചിനെ എടുത്തോണ്ട് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആദ്യം എണീറ്റ് തരിക സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. അപ്പൊ നമ്മൾ അതുപോലെ ഒരു ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്ഥലത്തോ നിന്നിട്ട് നമുക്കൊരു വിഷയം ഉണ്ടായാൽ ആദ്യം അവിടെ എന്താണെന്ന് ചോദിച്ചു വരിക പുരുഷന്മാരാണ്. സ്ത്രീകൾ ചിലപ്പോൾ നോക്കി നിന്നേ വരുള്ളൂ. ഈ സ്ത്രീ എപ്പോഴും സ്ത്രീകൾക്ക് പാരയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരിക്കലും സ്ത്രീകളെ അധിക്ഷേപിച്ച് പറയുന്നതല്ല, അങ്ങനെയാണ് സംഭവിക്കാറ് പല സ്ഥലങ്ങളിലും. പക്ഷെ നേരെ മറിച്ച് പുരുഷന്മാർ എപ്പോഴും സ്ത്രീകൾക്ക് സപ്പോർട്ടീവായിട്ടാണ് ഞാൻ കാണാറുള്ളത്. എൻ്റെ അനുഭവവും അങ്ങനെ തന്നെയാണ്. ഏറ്റവും നന്നായിട്ട് സുഹൃത്തുക്കളാക്കാനായിട്ട് പറ്റുന്നതും പുരുഷന്മാരെ തന്നെയാണ്. അതും എൻ്റെ അനുഭവം തന്നെയാണ്. കാരണം നമ്മൾ വിശ്വസിച്ച അവരോടൊരു കാര്യം പറഞ്ഞാൽ അതൊരിക്കലും അവരങ്ങനെ മറ്റൊരു തരത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ലെവലിലോ അതിനെ കൊണ്ടെത്തിക്കുന്ന ഒരു അവസരം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എനിവേ, അപ്പോ ഈ അവസ്ഥയിൽ ഈ പുരുഷന്മാർക്ക് അത്രത്തോളം സപ്പോർട്ടീവായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴും ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്നവന് എന്തിന്റെ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. അയാളാണ് ഇപ്പൊ ഇന്നലെ ശ്വേതാ മേനോനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. FIR ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്ന, വർക്ക് ചെയ്യുന്ന ശ്വേതാ മേനോനെ പോലുള്ള നല്ല നടിമാരിൽ ഒരാളാണ് ശ്വേതാ മേനോൻ. പുള്ളിക്കാരി വളരെ ഫ്രാങ്ക് ആണ്, എല്ലാവരോടും വളരെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഇടപഴകുന്ന ഒരു സ്ത്രീയാണ് അവര്. ഒരു എന്താ പറയാ, സിനിമയിൽ അഭിനയിച്ചിട്ടൊന്നും വേണ്ട ജീവിക്കാൻ എന്നുള്ള ഒരു കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീ തന്നെയാണ്. അപ്പൊ അവരുടെ പേരിൽ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ട്, അതായത് ഇട്ടിരിക്കുന്ന സെക്ഷനുകളും വകുപ്പുകളൊക്കെ ഭയങ്കരമാണ്. വേശ്യാലയം നടത്തുന്നു, നാടിനെ വഴിതെറ്റിക്കുന്നു, കുട്ടികളെ വഴിതെറ്റിക്കുന്നു, അങ്ങനെ അവരുടെ പേരിൽ ഇട്ടിരിക്കുന്ന വകുപ്പുകളൊക്കെ ഗംഭീരമാണ്. അപ്പോ ഈ സെൻസർ ബോർഡ് അനുവദിച്ചിട്ടുള്ള സിനിമകളിൽ അഭിനയിക്കുന്ന ആ സ്ത്രീക്ക് എതിരെ എങ്ങനെയാണ് FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഐ ഡോണ്ട് നോ. അതെനിക്കൊരു ഐഡിയ ഇല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതിന്റെ പുറകിൽ വളരെ വലിയൊരു അജണ്ടയാണ്. അതായത് അമ്മ സംഘടനയില് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവര് മത്സരിക്കുന്നു. അപ്പൊ ഈ നാട്ടില് ഏത് സ്ഥാപനങ്ങളിലായാലും ഏത് ഇടങ്ങളിലായാലും സ്ത്രീ നിവർന്നു നിന്നാൽ അത് വലിയൊരു വിഷയമാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പോഴും ഏത് സ്ഥലത്തും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ നോക്കൂ, നാട്ടില് കുറച്ച് തന്റെ ഇടത്തോട് കൂടിയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിന് തിരിച്ച് മറുപടി പറയുന്ന ഒരു അവസ്ഥയിൽ തന്റെ ഇടത്തോട് കൂടിയിട്ട് മറുപടി പറഞ്ഞാൽ അന്നേരം ആ സ്ത്രീ ചീത്തയായി, അവര് രണ്ടും കെട്ടതായി. ഇനി അവർക്ക് അവരുടെ പേരിൽ ആരോപിക്കാൻ പറ്റുന്ന വൃത്തികേടുകൾ എന്തൊക്കെയോ ഉണ്ടോ അതിന്റെ അങ്ങേയറ്റം വൃത്തികേടുകൾ ആരോപിക്കും. അപ്പൊ അത് പണ്ട് കാലങ്ങളിൽ അത് എഫക്ട് ചെയ്തിരുന്നു. അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് എടുക്കാം. സോഷ്യൽ മീഡിയയിൽ, ഞാനൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് എനിക്ക് അറിയാത്ത ആൾക്കാരോട് ഇടപഴകാൻ തന്നെ പേടിയായിരുന്നു. അത് മാത്രമല്ല, ആരെങ്കിലും വന്നിട്ട് എന്നെ രണ്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വാലും ചുരുട്ടി ഓടും.
അങ്ങനെയായിരുന്നു. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് നമ്മളുടെ ലൈവിന്റെ അടിയിലോ അല്ലെങ്കിൽ നമ്മളിട്ട പോസ്റ്റിന്റെ അടിയിലോ വന്നിട്ട് രണ്ട് തെറി പറഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് തെറി പറയണ്ട, എന്തെങ്കിലും ഒരു ഡബിൾ മീനിങ് ഉള്ള ഒരു വാക്ക് പറഞ്ഞാൽ മതി, അന്നേരം എനിക്ക് ടെൻഷനാണ്, വിഷമാണ്, പിന്നെ 2-3 ദിവസത്തേക്ക് ഞാൻ ആബ്സല്യൂട്ട്ലി അങ്ങ് ഡൗൺ ആവും. അത്രയ്ക്കും സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് തെറി ഇട്ടാൽ അവന്റെ കാലക്കേടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലത്തെ മറുപടി ഞാൻ തിരിച്ചു പറയും. ആ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ രണ്ടും കെട്ടവളായി. അതെങ്ങനെയാ സംഭവിക്കുന്നത്? അപ്പോ സ്ത്രീയെ അടിച്ചൊതുക്കി മടക്കി ചുരുട്ടി കൂട്ടി വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്താണെന്നറിയോ? അവളിലെ സ്ത്രീത്വത്തെ അപമാനിക്കുക. അതാണ്. അത് ഈ നാട്ടില് പണ്ടേ കാലം തൊട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു സ്ത്രീ എന്നാൽ അവരെ അങ്ങേയറ്റം ഒടിച്ചു മടക്കി അവരൊരു ഭാഗത്ത് വെക്കണമെങ്കിൽ പുരുഷൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം അവളിലെ ചാരിത്രത്തെ തന്നെയാണ്. അവളിലെ ചാരിത്രത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ വീക്ക്നെസ് ആണ്. അപ്പൊ ആ ചാരിത്രത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതോടുകൂടി അങ്ങ് ഒതുങ്ങി എന്നതാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ. ആ കാലമൊക്കെ പോയി. ഈ ചാരിത്രത്തെ പറയുമ്പോ അങ്ങ് പേടിച്ചരണ്ട് മുക്കിലൊളിക്കുന്ന ആ കാലമൊക്കെ പോയി. ഇന്നൊക്കെ എന്ത് ചാരിത്രത്തെ എന്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും ശരി, ബോൾഡായിട്ട് നിവർന്നു നിന്ന് പറഞ്ഞവന്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ മറുപടി കൊടുക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഇനി ഈ പറയുന്ന രണ്ടാം തരത്തിലുള്ള, അതായത് തനി തരം താഴ്ന്ന ഈ പരിപാടികൾ ഇനി ചെലവാവില്ല, നടക്കാൻ പോണില്ല. ഈ ചീട്ടുകളൊക്കെ കീറി. പിന്നെ എന്താണ് ഇതിന്റെ പുറകില്? ലതികാ മേനോൻ പറയുന്നു മട്ടാഞ്ചേരി മാഫിയ ആയിരിക്കണം ഇതിന്റെ പുറകിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഈ പറയുന്ന പോലെ സിനിമാ തലത്തില് ദിലീപിനെ ഒതുക്കി ഒടിച്ച് മടക്കി ഒരു ഭാഗത്ത് വെച്ചത് ഈ പറയുന്ന മാഫിയ തന്നെയാണ്. അപ്പൊ അതേ ഈ മാഫിയക്ക് അവർക്ക് കൂടുതലും ഈ പെണ്ണ് വിഷയത്തിലാണ്, അല്ലെങ്കിൽ എന്താ പറയാ, സ്ത്രീകളിലെ ചരിത്രത്തെ ഇതുപോലെ പിന്നെ പച്ചയ്ക്ക് വിളിച്ചു പറയുക, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ട് പിടിപ്പിച്ചിട്ടുള്ള വിഷയം. ഇപ്പൊ കണ്ടില്ലേ, ദിലീപിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോ ഈ സംഗതികളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് സ്ത്രീയുടെ ചാരിത്രം തന്നെയാണ്. ആ സ്ത്രീയുടെ ചാരിത്രത്തിനെ, അതായത് പറഞ്ഞാൽ സ്ത്രീ അങ്ങ് ഒതുങ്ങി. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. പിന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളെ ഒതുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം നമ്മുടെ ചാരിത്രം തന്നെയാണ്. അതാ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ അങ്ങ് വിരണ്ടോടി, അത് പറഞ്ഞാൽ സ്ത്രീ അങ്ങ് നാണം കെട്ടു, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ സ്ത്രീ അങ്ങ് എന്താ പറയാ ഇല്ലാണ്ടായി. അങ്ങനെയൊന്നും ഇല്ല. ആ കാലമൊക്കെ പോയി. അത് മട്ടാഞ്ചേരി മാഫിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരാണ് ഈ പറയുന്ന മാർട്ടിൻ മേനാച്ചേരിയുടെ പുറകിൽ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്റെ പൊന്നും മാർട്ടിൻ മേനാച്ചേരി ഇത്രയും തരം താഴ്ന്ന കളികളൊക്കെ കളിക്കുമ്പോ ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടേ? താനൊരു മനുഷ്യനല്ലേ? തന്നെ പ്രസവിച്ചത് ഒരു അമ്മയാണ്. ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ഈ എന്താ പറയാ യോഗ്യനെ പ്രസവിച്ചത് ഒരു അമ്മയാണ്. ഒരമ്മയുടെ ഉദരത്തിൽ 10 മാസം കിടന്നിട്ട് അവര് പ്രസവിച്ചതാണല്ലോ തന്നെ. അപ്പൊ ആ അമ്മ പറയുന്ന ആളാണല്ലോ ഈ മാർട്ടിൻ മേനാച്ചേരിയുടെ അച്ഛൻ, പിതാവ്. അപ്പൊ ആ അമ്മ വിളിച്ചു പറഞ്ഞ ആളെ ഇത്രയും കാലം അപ്പൻ എന്ന് വിളിച്ച ആ എക്സ്പീരിയൻസ് എന്തുറപ്പിലാണ് മാർട്ടിൻ മേനാച്ചേരി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അയാൾക്ക് ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ അയാൾ DNA പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു സ്ത്രീയാണല്ലോ സ്വന്തം അമ്മ. ആ അമ്മ പറയുന്നതാണ് മക്കൾക്ക് അപ്പൻ, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ വാപ്പ. അപ്പൊ ആ ഉറപ്പിൽ മാത്രം ജീവിക്കുന്ന മാർട്ടിൻ മേനാച്ചേരി ഇത്രയും വലിയ, അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് അഭിനയിച്ച് കഴിവുള്ള ഒരു സ്ത്രീയെ വന്നിട്ട് പച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഇതുപോലുള്ള അനാവശ്യങ്ങൾ പറയുമ്പോൾ ഒരു നിമിഷം കുടുംബത്തിരിക്കുന്ന ഭാര്യയെയും പെങ്ങളെയും അമ്മയെയും ഒക്കെ ഒന്ന് ഓർക്കായിരുന്നു മാർട്ടിൻ മേനാച്ചേരിക്ക്. ഇനിയിപ്പോ മാർട്ടിൻ മേനാച്ചേരിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് അയാള് ഈ പല സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ചാനൽ ചർച്ചകളിലും പങ്കെടുത്തിട്ട് അദ്ദേഹം വന്നിരുന്നിട്ട് പലരും പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഇരുന്ന് വേർക്കുന്ന കണ്ടിരുന്നു. അപ്പോ നമ്മളുടെ എന്താ റിപ്പോർട്ട് ചാനലല്ല, ഏതോ ഒരു ചാനലില് ഹാഷ്മി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഈ പോൺ സൈറ്റിന്റെ പുറകിലൊക്കെ പോയിട്ട് നിങ്ങൾ ഒരുപാട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ കൊടുത്ത പരാതിയിൽ ഇത്രയും ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഇതൊക്കെ ബാൻ ചെയ്തിട്ടുള്ളതാണ്, അതൊക്കെ നിങ്ങൾ എങ്ങനെ സംഘടിപ്പിച്ചു? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നാട്ടിലുള്ള പിള്ളേരൊക്കെ വഴിതെറ്റുന്നു, അങ്ങനെ അവര് കണ്ടതുകൊണ്ട് ഞാനത് അങ്ങനെയാണ് കരസ്ഥമാക്കിയത് എന്നൊക്കെ അദ്ദേഹം വലിയ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. നാട്ടിലെ കുട്ടികളെ ഈ പറയുന്ന പോൺ സൈറ്റിന്റെ ലിങ്കുകളൊക്കെ കണ്ടിട്ട് നാട്ടിലെ കുട്ടികളെ വഴിതെറ്റുന്നു, അത് കണ്ടുകൊണ്ട് അയാള് നാടിനെ നന്നാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതാണ്. അല്ലാതെ മാർട്ടിൻ മേനാച്ചേരി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വന്തം തൊഴിൽ നിർത്തിയിട്ട് വന്നതല്ല. ഈ മാർട്ടിൻ മേനാച്ചേരിയുടെ ഈ കുൽസിത പ്രവൃത്തികൾ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം വീട്ടിലുള്ളതിനെ വരെ,
ഈ മാർട്ടിൻ മേനാച്ചേരിക്ക് സ്വന്തമായിട്ടുള്ളതിനെ വരെ ഒന്ന് പൂർണ്ണമായിട്ട് ബെഡ്റൂമിൽ തൃപ്തിപ്പെടുത്താൻ പോലും സാധിക്കാത്ത ഒരു തരം താഴ്ന്ന ഒരാള് എന്നുള്ളതല്ലാതെ ഇയാൾ ആരാണ്? ആരുമല്ല. കാരണം ഈ സാധാരണ ഈ പുരുഷന്മാർ ഈ പോൺ സൈറ്റുകൾ കാണാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ, അത് അഡിക്ഷൻ ആവും. അത് അഡിക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ മാത്രമേ ശ്രദ്ധയുണ്ടാവുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്. സൈക്കോളജിക്കലി അങ്ങനെ പറയാ സാധാരണ. അപ്പോ ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്നവന് ഈ പറയുന്ന സംഭവത്തിൽ സ്വന്തം വീട്ടിലിരിക്കുന്നവരെ വരെ തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നവൻ ഒരു സ്ത്രീയെ എന്തിനിങ്ങനെ ആരോപണ വിധേയയാക്കിയിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ കേസ് കൊടുത്തു? എന്തായിരിക്കും ലക്ഷ്യം? ഈ വക സംഗതികൾ ചെയ്യാൻ പോകുമ്പോ ഒന്നൊന്ന് രണ്ടാമത് ആലോചിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. നമ്മുടെ നാട്ടില് ഈ പറയുന്ന സംഗതികൾ നടക്കുന്ന പച്ചയ്ക്ക് നടത്തുന്ന മനുഷ്യരുണ്ട്. 80K അക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ. ഈ പേര് ഞാൻ പറയുന്നില്ല, ഇനിയിപ്പോ പേര് പറഞ്ഞിട്ട് എന്റെ പേരിൽ എന്തെങ്കിലും മാരണം കൊണ്ട് 80K അക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ പേരിന്റെ ആദ്യം പശുവാണ്, പശുവിനെ പാലിക്കുന്നവനാണ് അവരുടെ പിന്നെ എന്താ പറയാ കൂടെയുള്ളവൻ. അപ്പൊ ഈ പശുവിനെ പാലിക്കുന്നവൻ സ്വന്തം ഭാര്യയെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നതും അവര് മേന്മ കൂടിയ വണ്ടികൾ മേടിക്കുന്നതും അവര് കോടീശ്വരനാവുന്നതും ദിനം പ്രതി അവരുടെ തൊഴിൽ വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത്. തൊഴിൽ എന്താണ്? ഇതാണ് തൊഴില്, വേശ്യാവൃത്തിയാണ്. ആ വേശ്യാവൃത്തി പബ്ലിക്കായിട്ട് അവര് പിന്നെ എന്താ പറയാ നൂല് വസ്ത്രം ചെയ്യാത്ത ഫോട്ടോകള് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ ഫോട്ടോസുകൾ കാണാറുണ്ട്. ഇത് മുഴുവനും സ്വന്തം ശരീരത്തിന്റെ നഗ്നത കാണിച്ചിട്ട് പബ്ലിക്കായിട്ട് നമ്മുടെ കേരളത്തില്, അതും ഇടതുപക്ഷം ഹൃദയപക്ഷമായിട്ട് നടക്കുന്ന ഈ പറയുന്ന 80K അക്ക പബ്ലിക്കായിട്ട് ശരീരം വിറ്റ് ജീവിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ രഹന ഫാത്തിമ, അങ്ങനെ ഒരുപാട് സ്ത്രീകള് ഈ കേരളത്തിൽ തന്നെ പബ്ലിക്കായിട്ട് പരസ്യത്തോടു കൂടിയിട്ട് ശരീരം വിറ്റ് ജീവിച്ച് കോടീശ്വരന്മാരായിട്ട് ജീവിക്കുന്ന നമ്മുടെ നാട്ടില് ഈ ശ്വേതാ മേനോനെ തന്നെ തെരഞ്ഞുപിടിക്കാനായിട്ട് എന്താണ് മാർട്ടിൻ മേനാച്ചേരി കാരണം? ഐ ഡോണ്ട് നോ. അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. മാന്യമായിട്ട് അവര് സെൻസർ ബോർഡിന്റെ കീഴില് ഉള്ള സിനിമകളിൽ അഭിനയിക്കുന്നു. സെൻസർ ബോർഡ് കട്ടിങ് കഴിഞ്ഞിട്ടാണ് ഓരോ സിനിമകൾ ഇറങ്ങുന്നത്. സെൻസർ ബോർഡ് അധികാരം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള സിനിമകളാണ് ഇറങ്ങുന്നത്. നമ്മുടെ നാട്ടിൽ അതിനുള്ള നിയമങ്ങളും പിന്നെ സംവിധാനങ്ങളും എല്ലാം ഉണ്ടെന്നിരിക്കെ ശ്വേതാ മേനോൻ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ഈ സംഗതികളൊക്കെ ചെയ്യുന്നു? അല്ലെങ്കിൽ ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഏത് സംഭവം വെച്ചിട്ടായാലും ആരുടെ കഴുത്ത് വെട്ടിയിട്ടും തല മാറ്റിയിട്ടും ഒക്കെ വെട്ടിവെക്കാവുന്ന ഈ പിക്ചറുകൾ ചെയ്യാവുന്ന ഈ സംവിധാനങ്ങളുള്ള ഈ ആധുനിക ഈ കാലഘട്ടത്തില് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മാർട്ടിൻ മേനാച്ചേരി ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ളത് ഐ ഡോണ്ട് നോ. അപ്പൊ സ്ത്രീ എന്നും നിവർന്നു നിന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ അവളെ അങ്ങേയറ്റം അടിച്ചൊതുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സംഗതി അവളെ അങ്ങ് കെട്ടവളാക്കുക. അത് ഏറ്റവും വലിയ ആയുധമായിട്ട് കൊണ്ട് നടക്കുകയാണ് ഇന്നത്തെ കാലത്ത്. എനിക്കും പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്ന് ബോൾഡായാൽ, നമ്മളൊന്ന് നിവർന്നു നിന്ന് സംസാരിക്കുന്നവരായാൽ, നമ്മളൊരു പുരുഷന്റെ നേരെ നിന്ന് നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചു ചോദിച്ചാൽ അന്നേരം നമ്മളെ ഇങ്ങനെ ഈ അനാവശ്യമായിട്ടുള്ള ചാരിത്രശുദ്ധി വരുത്താനുള്ള രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ട് ഈ ഒതുക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. പിന്നെ പറയുന്നത് ഇപ്പൊ പലരും നമ്മളോട് ഓപ്പൺ ആയിട്ട് അവരുടെ ആവശ്യങ്ങള് പിന്നെ പറയാറുണ്ട്. എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ആരുടെ അനുഭവത്തിൽ നിന്നല്ല. പല പുരുഷന്മാരും അവരുടെ ആ മനസ്സിൽ തോന്നിയ ആഗ്രഹങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ വളരെ ഭംഗിയായിട്ട് പറയും നോ, നമുക്ക് പറ്റില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞതിനെ, അതായത് അവർ പറഞ്ഞു നമ്മളുടെ കൂടെ സഹകരിക്കാൻ താല്പര്യമാണ് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി വശമ്മതയാവണം എന്ന് പറഞ്ഞാൽ, നമുക്കത് പറ്റില്ലെന്ന് പറഞ്ഞാൽ അതോടുകൂടിയിട്ട് ആ സ്ത്രീ അതിനേക്കാളും വൃത്തികെട്ടവളായി. എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്നെ ഏതൊക്കെയോ ഹോട്ടലിന്റെ മുന്നിൽ കണ്ടു, അല്ലെങ്കിൽ അവളെ അവിടെ വെച്ചിട്ട് കണ്ടു, ഇവളെ ഈ ഹോട്ടലിന്റെ മുന്നിൽ വെച്ചിട്ട് കണ്ടു, ആ ഇന്ന ടീച്ചറെ ഞാൻ ആ ഹോട്ടലിന്റെ മുന്നിൽ വെച്ചിട്ട് കണ്ടു എന്നൊക്കെ പറയുന്ന ആ തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങള് സ്വന്തമായിട്ട് കേട്ട ആളാണ് ഞാൻ. എന്നാ ഈ ഹോട്ടലിന്റെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ഓടിപ്പോയിട്ട് നമ്മൾ തെളിവോട് കൂടിയിട്ട് ആളെ വിളിക്കണ്ടേ, സംസാരിക്കണ്ടേ? ടീച്ചർ എന്താ ഇവിടെ എന്ന് ചോദിക്കണ്ടേ? അതുണ്ടാവില്ല. അതല്ലാതെ അവരെ പറയാൻ പറ്റാത്തടത്ത് വെച്ച് കണ്ടു, പറയാൻ പറ്റാത്ത ആൾക്കാരുടെ കൂടെ വെച്ചിട്ട് കണ്ടു എന്ന് പറഞ്ഞ് ഈ ആരോപണ വിധേയയാക്കിയിട്ട് പിന്നെ എന്താ പറയാ, നമ്മളങ്ങ് നാണം കെടുത്തുന്ന ഒരവസ്ഥ. നമ്മളത് കേൾക്കുമ്പോൾ നമുക്കൊരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്കൊരു സങ്കടം തോന്നിയിരുന്നു. ഇല്ലെന്ന് ഞാൻ പറയില്ല, അങ്ങനെ പറഞ്ഞാൽ അത് നുണയാവും. അങ്ങനെ തോന്നിയിരുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ കേൾക്കുമ്പം ഞാനത് ആസ്വദിക്കാറ് പതിവ്. കാരണം ഈ പിണ്ണാക്ക് കിട്ടിയില്ലെങ്കിലും ചക്കില് കാഷ്ടിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഒരു പഴമൊഴിയുണ്ട്. അങ്ങനെയല്ല, പച്ചയ്ക്ക പറയാറ്, ഞാനത് പറയുന്നില്ല. അപ്പൊ പിണ്ണാക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല,
ചക്കിൽ കാഷ്ടിക്കാന്ന് പറയുന്ന സ്വഭാവമാണ് ഈ കാണിക്കുന്നത്. കാരണം എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ലേ, ഞാൻ അവളെ 4 തെറി പറയട്ടെ എന്ന് പറഞ്ഞ സമാധാനിക്കുന്ന ഒരവസ്ഥ. എന്തിനാണത്? ഒരു 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 സ്ത്രീയെ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ശക്തി കുറഞ്ഞ ഒരു സ്ത്രീയെ തരം താഴ്ത്തി ഇതുപോലെ അവരെ ചാരിത്ര ശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അതും അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുള്ള നമ്മുടെ കേരളത്തില്. അങ്ങനെ നമ്മുടെ കേരളത്തില് വേശ്യാവൃത്തിക്കൊന്നും ആരും ബാൻ ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ നടക്കുന്നു ഒരു ഭാഗത്ത് വേണ്ടത്ര രീതിയിൽ. അത് ലൈസൻസോട് കൂടിയിട്ട് ലൈസൻസ് ഇല്ലാണ്ടൊക്കെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ അത് സ്വയം തൊഴിലാക്കിയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള രാജ്യത്ത്, അങ്ങനെയുള്ള നമ്മുടെ നാട്ടില് ഈ ഒരു മാർട്ടിൻ മേനാശ്ശേരി ഇറങ്ങി തിരിച്ചത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ നാട്ടിലെ കുട്ടികളെ വഴിതെറ്റിക്കുന്നു. അവരുടെ പോൺ സൈറ്റിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെ നാട്ടിലെ കുട്ടികൾ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാർട്ടിൻ മേനാശ്ശേരി ഈ പറയുന്ന ഈ 80K അക്കയുടെ പേരിലൊക്കെ കേസ് കൊടുക്കണ്ടേ? ആദ്യം അതല്ലേ ചെയ്യേണ്ടത്? തെളിവോട് കൂടിയിട്ട്, പിക്ചറുകളോട് കൂടിയിട്ട് സ്വന്തം ശരീരം നഗ്നതാ പ്രദർശനം നടത്തിയിട്ട് പബ്ലിക്കായിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഈ 80K അക്കയുടെ പേരിൽ എന്തുകൊണ്ട് മേനാശ്ശേരി കണ്ടില്ല? അതോ മേനാശ്ശേരി സ്ഥിരം കയറുന്ന പോൺ സൈറ്റുകളിൽ 80K അക്കയുടെ വീഡിയോ വന്നില്ല? അതോ മേനാശ്ശേരി എല്ലാം കഴിഞ്ഞ് 80K ഒക്കെ ഔട്ട് ഓഫ് ഫാഷനായി ശ്വേതാ മേനോനെ പോലുള്ള സ്ത്രീകളെ തപ്പിയിട്ടാണോ പോൺ സൈറ്റിൽ കയറിയത്? അതുകൊണ്ടായിരിക്കോ ഇനിയിപ്പോ ശ്വേതാ മേനോന്റെ പോൺ സൈറ്റിൽ നിന്ന് തപ്പിയെടുത്തത്? സണ്ണി ലിയോണെ കണ്ടിട്ടുണ്ടാവില്ല വേണമെങ്കിൽ. നമ്മുടെ മാർട്ടിൻ മേനാശ്ശേരി സണ്ണി ലിയോണിനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പൊ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ നാട്ടില് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പോൺസൈറ്റ് ഒന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഈ നാട്ടിലുള്ള നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ പുറകില്, അതായത് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഇടത്തിലേക്ക് ഒരു സ്ത്രീ വരിക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ട് നിങ്ങൾ സ്ത്രീകളെ അംഗീകരിക്കുന്നു? സ്ത്രീകൾ ഭയങ്കര ശക്തിയാണ്, സ്ത്രീ അതാണ് ഇതാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് അംഗീകരിക്കേണ്ട സമയം വരുമ്പോ അവരെ അങ്ങ് അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട്? അംഗീകരിച്ച ഒരുപാട് പുരുഷന്മാരുണ്ട് കേട്ടോ, അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിനോടാണ് കൂടുതൽ ഹെൽപ്പും കൂടുതൽ സപ്പോർട്ടീവും കൂടുതൽ കെയറിങ്ങും എല്ലാം കിട്ടിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ചില ആൾക്കാര്, കുറച്ചു പേര്, അതായത് ഒരു 100 പേരുണ്ടെങ്കിൽ അതിൽ 90 പേരെ കഴിച്ച ഒരു 10 പേര് ഒരു ഞരമ്പ് രോഗികളുണ്ട്. ആ ഞരമ്പ് രോഗികൾക്ക് എന്തുകൊണ്ടാണ് സ്ത്രീയെ ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റാതായി പോകുന്നതെന്ന് ഐ ഡോണ്ട് നോ. നമ്മളൊന്ന് ഉറക്കെ സംസാരിച്ചാൽ, നമ്മളൊന്ന് ഉറക്കെ ചിരിച്ചാൽ, എവളെവിടെയും ഒതുങ്ങാത്തതാണ്, അല്ലെങ്കിൽ എവളെവിടെയും അടങ്ങാത്തതാണ്, അവൾക്ക് കുറച്ച് ഇളക്കം കൂടുതലാണ്, ഈ ഇളക്കുള്ളതിനെ വളയ്ക്കാൻ എളുപ്പമാണ് എന്നൊക്കെ പറയുന്ന തനി നാടൻ ഭാഷ, അല്ലെങ്കിൽ നല്ല അപാര ചരക്കാണല്ലോ, കുറച്ച് കാണാനായിട്ട് വൃത്തിയുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഭാഷയാണ് അടാറ് ചരക്കാണല്ലോ. ഇങ്ങനെ തരം താഴ്ത്തി, അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ അടിച്ചമർത്തി അവരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്തിനാ? എന്റെ പൊന്നു പുരുഷന്മാരെ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ നിവർന്നു നിന്ന് 6 അടി പൊക്കത്തിലും 5 അടി പൊക്കത്തിലും 7 അടി പൊക്കത്തിലൊക്കെ നിങ്ങൾ നിവർന്നു നിന്നിട്ട് ഇങ്ങനെ ശക്തനായ പുരുഷനായിട്ട് നിങ്ങൾ നിവർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു സ്ത്രീ 10 മാസം വയറ്റിൽ ചുമന്ന് ഗർഭം ചുമന്ന് പ്രസവിച്ചതല്ലേ? ഒരു സ്ത്രീയല്ലേ നിങ്ങളുടെ അമ്മ? ഇത്രയും ഭീമാകാരനായ നിങ്ങള് ഈ സ്ത്രീകളെ തരം താഴ്ത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു വിഷയം, നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കാൻ കാരണക്കാരായത് ആരാ? സ്ത്രീ ഇല്ലെങ്കിൽ നിങ്ങളുണ്ടോ? ഈ നാട്ടിൽ നമ്മൾക്ക് പുരുഷന്മാർക്ക് പ്രസവിക്കാന്ന് വെച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ ഈ നാട്ടിലെ പുരുഷന്മാർക്ക് അത്രത്തോളം ക്ഷമയും സഹനവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇപ്പൊ പുരുഷന്മാരാണ് പ്രസവിക്കുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഇമാജിൻ നമ്മുടെ നാട്ടിലെ പുരുഷന്മാരാണ് പ്രസവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4ഉം 5ഉം 10ഉം 13ഉം കുട്ടികളുള്ള ഓരോ വീടുകളുണ്ടല്ലോ, ഇപ്പോഴും കുട്ടികളൊക്കെ ഒരുപാടുള്ള വീടുകളൊക്കെ ഉണ്ട്. 1ഉം 2ഉം കൂടാതെ കൂടുതൽ 3ഉം 4ഉം പ്രസവിക്കുന്ന കുട്ടികളുള്ള വീടുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിലെ പുരുഷന്മാരെ, നിങ്ങള് 4 കുട്ടികളെ അല്ലെങ്കിൽ 3 കുട്ടികളെ 2 കുട്ടികളൊക്കെ പ്രസവിക്കുന്ന അമ്മമാരും അവര് സഹിക്കുന്ന ത്യാഗവും ആ സമയത്ത് ആ ഗർഭകാലങ്ങളിൽ അവര് അനുഭവിക്കുന്ന പീഡനങ്ങളും, അതായത് ഒന്ന് സമാധാനമായിട്ടൊന്ന് കിടക്കാൻ പോലും പറ്റില്ല. ഒന്ന് സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാന്ന് വെച്ചാൽ പോലും പറ്റില്ലെന്ന് 10 മാസം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പുറത്തോട്ട് വരുമ്പം സർവ്വ ഞരമ്പും പൊട്ടി പുറത്തോട്ട് വരുമ്പോൾ ആ വരുന്നതിന്റെ ആ ഒരു വേദന, അത് ഏത് അവസ്ഥയിലായാലും ശരി, അത് നിങ്ങളാണ് അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഈ പുരുഷൻ എന്ന് പറയുന്ന ഈ ശക്തിയാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന പുരുഷന്മാര്, നിങ്ങൾക്ക് ഈ സ്ത്രീയുടെ ഈ പ്രസവവും പ്രസവ വേദനയും 10 മാസത്തെ പ്രസവ ആ കാലഘട്ടങ്ങളും നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരിക്കലും. ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയും, പോയി പണി നോക്ക്, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊക്കെ. അതൊക്കെ വാരി വലിച്ചു, ഒന്നെങ്കിൽ അത് കാരണക്കാരനായവരെ
അടിച്ചൊതുക്കി ഒരു മൂലക്കിടും, പോയി പണി നോക്കി, എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഈ ജാതി പരിപാടിക്കുന്നു. സത്യല്ലേ? അപ്പൊ അത് ചില കാര്യങ്ങൾ ചിലർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് അവര് പറ്റുന്നത് കൊണ്ടാണ്. ആ അവസ്ഥയിലേക്ക് അവർക്ക് പറ്റാനും ആ സഹനം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. ഒരാൾക്കൊരു സഹിക്കുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ജീവിതത്തിൽ സഹിക്കേണ്ടി വരുമ്പോൾ സഹനം എന്ന് പറയുന്ന ആ ഒരു സംഗതി അത് വാക്കുകൾക്കൊക്കെ അതീതമാണ് എപ്പോഴും. അപ്പൊ ഈ പറയുന്ന പണിക്ക് സ്ത്രീയെയാണ് ഈശ്വരൻ അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് സ്ത്രീയാണ്. ആ സ്ത്രീ അത് ഭംഗിയായിട്ട് നിറവേറ്റുന്നു. നിങ്ങളെപ്പോലെ ശക്തന്മാരായിട്ടുള്ള പുരുഷന്മാരെ പ്രസവിക്കുന്നു, ഭൂമിയിൽ മക്കളായിട്ട് വളർത്തുന്നു, അവര് വളർന്നു വലുതാകുന്നു, അവരുടെ തലമുറ അങ്ങനെ 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 പോകുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനമായ കാതലായിട്ടുള്ള ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ ഏതൊരു പുരുഷനെ പ്രസവിച്ചതും ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. എത്ര കഴിവുള്ളവനായിക്കോട്ടെ, എത്ര കഴിവുള്ള പുരുഷനായാലും ശരി, അവനെ പ്രസവിച്ചത് 10 മാസം ചുമന്ന് പ്രസവിച്ചത് ഒരു സ്ത്രീയാണ്. അത് മറന്നുകൊണ്ടാണ് ഇപ്പോഴും ഈ സ്ത്രീകളെ ഇങ്ങനെ എന്താ പറയാ സമൂഹത്തിന്റെ മുൻപിലും അല്ലാത്തിടത്തും ഇങ്ങനെ വാരി വലിച്ച് ഇതുപോലെ നാണം കെടുത്തി പിന്നെ അനാവശ്യമാക്കി തീർക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ ഇനി രണ്ടാമത് വേറൊരു കാര്യം പറയും, ഏതൊരു പുരുഷന്റെയും പുറകില് ഒരു സ്ത്രീ ഉണ്ടാവും. ഏതൊരു ഉന്നതങ്ങളിൽ എത്തിച്ചേർന്ന അല്ലെങ്കിൽ ഉന്നത പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഏതൊരു പുരുഷനാണെങ്കിലും ശരി, അവരുടെ പുറകില് ഒരു ശക്തിയായിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്നും പറയാറുണ്ട്. പലരും അവരവരുടെ അനുഭവങ്ങളും പറയാറുണ്ട്. സത്യമാണ്. ഒന്നുകിൽ ഭാര്യയായിട്ടോ കൂട്ടുകാരിയായിട്ടോ കാമുകിയായിട്ടോ എനിവേ ആരോ ആയിട്ടായാലും ശരി, അവന്റെ പുറകിൽ ഒരു സ്ത്രീ ഉണ്ടാവും. അമ്മയായിട്ടോ, അതും ഒരു സ്ത്രീയാണ്. അപ്പോ സ്ത്രീ ഉണ്ടെങ്കിലേ പുരുഷനുള്ളൂ, പുരുഷനുണ്ടെങ്കിലേ സ്ത്രീ ഉള്ളൂ. ഈ രണ്ട് പ്രതിഭാസങ്ങൾ നിലനിൽക്കുമ്പോ എന്തിനാണ് ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ഒരു സ്ത്രീയെ ഇങ്ങനെ നിങ്ങൾ വിമർശിക്കുന്ന അല്ലെങ്കിൽ നാണം കെടുത്തുന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത് എന്ത് വിജയത്തിന്റെ പേരിൽ വേണ്ടിയിട്ടാണെങ്കിലും എന്ത് മുതലെടുപ്പിന്റെ പേരിലാണെങ്കിലും ശരി, സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്നത് ദയവ് ചെയ്തിട്ട് നിർത്തണം. അതൊരു കുടുംബത്ത് പറഞ്ഞവർക്ക് ചേരുന്ന പരിപാടിയല്ല. എത്രത്തോളം കോമ്പറ്റീഷൻസ് ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അത് തകർക്കാനൊക്കെ എല്ലാത്തിനും എളുപ്പമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ശ്വേതാമേനോനെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ച ഈ ആയുധം അത് അവർക്ക് വജ്രായുധമായിട്ട് മാറും. ഇപ്പോ ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്നവൻ ഒരു വജ്രായുധം എടുത്തിട്ട് ശ്വേതാമേനോനെ അങ്ങ് ഒതുക്കി തീർക്കാം എന്ന് മാർട്ടിൻ മേനാച്ചേരി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നോ, നെവർ എവർ, സാധിക്കില്ല. കാരണം ഇത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ സ്വയം തിരിച്ചു കൊത്തി. മാർട്ടിൻ മേനാച്ചേരി തന്നെ നാണം കെട്ടു. ഇനി സമൂഹത്തിൽ ഇനി അയാൾക്ക് നാണം കെടാനായിട്ട് ഇനി ഒന്നുമില്ല. ആരും ഒന്നും പറയണ്ട, പറയാതെ തന്നെ അയാൾ നാണം കെട്ടു. അവര് ഇന്നലെ നമ്മുടെ മറുനാടൻ ഷാജൻ സാറിന്റെ ന്യൂസിൽ ഞാൻ കണ്ടപ്പോൾ ശ്വേതാമേനോൻ പറയുന്നുണ്ട്, സർപ്രൈസ്, ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ല, എനിക്കെതിരെ പരാതി വന്നത് ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ല. അവര് വളരെ കൂളായിട്ടാണ് അതിനെ ഏറ്റെടുത്തത്. അവിടെ തന്നെ നാണം കെട്ടില്ലേ, ഇനി എന്തിനു നാണം കെടണം? അപ്പൊ മക്കളായിട്ടും സഹോദരിയായിട്ടും അമ്മയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ സ്ത്രീകളുള്ള ഒരു വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ മാർട്ടിൻ മേനാച്ചേരി താങ്കൾ. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കായിരുന്നില്ലേ, ഞാൻ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത്, ഇതെനിക്ക് നേരെ തന്നെ വരില്ലേ എന്ന് തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ചിന്തിക്കായിരുന്നില്ലേ? അപ്പൊ അത് തന്നെയല്ലേ സംഭവിച്ചത്. ഈ നാണം കെടുത്തിയ ഈ വജ്രായുധം പിന്നെ ശ്വേതാമേനോന് നേരെ ഉപയോഗിച്ചപ്പോൾ അത് തിരിഞ്ഞു വന്ന് മാർട്ടിൻ മേനാച്ചേരിയെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ ആണല്ലോ. ഇനിയെങ്കിലും എനിക്ക് ഈ നാട്ടിലുള്ള പുരുഷന്മാരോട്, ഈ പുരുഷ മേധാവിത്വം വെച്ച് പുലർത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീയുടെ ചാരിത്രത്തെയൊക്കെ ചോദ്യം ചെയ്ത് അവളെ നാണം കെടുത്തുന്ന കാലമൊക്കെ പോയി. ആ ഫാഷനൊക്കെ പോയി. ഇപ്പൊ സ്ത്രീക്ക് അവരുടെ ചാരിത്രത്തെ നാണം കെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുല്ലുവിലയാണ്. They don't mind, doesn't matter. അത്രത്തോളം കാലം പുരോഗമിച്ചു നിൽക്കുന്ന ഈ കാലത്തിൽ ഈ വക പരിപാടികളും ആയുധങ്ങളൊന്നും ചെലവാവില്ല. വെറുതെ അനാവശ്യമല്ലേ. അവര് മത്സരിക്കട്ടെ, അവര് വരട്ടെ. അത് സിനിമാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. സിനിമാ മേഖലയിൽ ഇപ്പൊ ഈ പറയുന്ന മാന്യന്മാരായിട്ട് നടക്കുന്ന സിനിമാ നടന്മാരുണ്ടല്ലോ, സൂപ്പർ നടനാണ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആണ് എന്നൊക്കെ പറയുന്നവന്മാർക്കും ഇത് തന്നെയാണ് പരിപാടി. അതായത് സ്ത്രീ നിവർന്നു നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവരെ അടിച്ചൊതുക്കുക. ഈ പറയുന്ന വ്യഭിചാരിന്നോ അല്ലെങ്കിൽ അവള് ശരിയല്ലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒതുക്കുക. എവളോ ആരാണെന്ന് എനിക്കറിയാം. എന്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ചു ദിവസം. പിന്നെ ആരുടെയൊക്കെ കൂടെ പോയിട്ടുണ്ടാണാവോ? ഞാൻ ചോദിക്കുന്നേ, ഈ പറയുന്ന നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കുളിക്കുന്നു, ഉണ്ണുന്നു, ഉറങ്ങുന്നു എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയും കൂടി ഉണ്ടാവുമ്പോ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യപ്രകാരം ഒരു സ്ത്രീ നിങ്ങളുടെ കൂടെ വന്നു എന്ന് തന്നെ വെക്കേ.
നിങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പുരുഷന്റെ കൂടെ ഒരു സ്ത്രീ വന്നു, അവര് നിങ്ങളുടെ കൂടെ സഹകരിച്ചു, നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ ഒരു സംഭവം നടന്നു എങ്കിൽ തന്നെ അത് രണ്ടു കൂട്ടരും ഈക്വൽ ആയിട്ട് അവിടെ അനുഭവിച്ചല്ലോ. ആ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിരിഞ്ഞു നിന്നിട്ട് ആ സ്ത്രീയെ തന്നെ കുത്തുന്നത് നിങ്ങൾ അതിൽ കാരണക്കാരനല്ലേ? നിങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല. ഈ നാട്ടില് ഒരു സ്ത്രീ ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആർക്കും പറ്റാത്തതൊന്നുമല്ല, അത്ര വലിയ ബാലികേറാമലയൊന്നുമല്ല ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറഞ്ഞാല്. അപ്പോ രണ്ടു കൂട്ടരും കൂടിയിട്ട് അവര് രണ്ടുപേരും കൂടെ തീരുമാനിച്ചുറപ്പിച്ച് പ്ലാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്താ പറയാ ഈക്വൽ ആയിട്ട് ഇഴുകിച്ചേർന്ന ഒരു സംഭവത്തിന് അതിൽ സ്ത്രീ മാത്രം എങ്ങനെയാ കുറ്റക്കാരിയാവുന്നത്? അതാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവള് പോക്കാണ്. അവള് ശരിയല്ല, എവള് പോക്കാണ്. ഒരു സ്ത്രീയുടെ നേരെ നിങ്ങൾ ഒരു വിരല് ചൂണ്ടുമ്പോൾ നിങ്ങളുടെ നേരെ ബാക്കി 4 വിരലും വരുന്നില്ലേ? നിങ്ങൾ അത്ര വലിയ പരമയോഗ്യനാണോ? ഹരിചന്ദ്രനാണോ? ഈ നാട്ടിലെ പുരുഷന്മാരോടൊക്കെയാണ് എന്റെ ചോദ്യം. എത്ര ഹരിചന്ദ്രന്മാരുണ്ട് നമ്മുടെ നാട്ടില്? ആരെങ്കിലും ഉണ്ടോ? അവരവരുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് എത്രയോ സ്ത്രീകളെ തേടി പോയവന്മാരായിരിക്കും ഈ പറയുന്ന സംഗതി. അപ്പൊ എന്താ ആണുങ്ങൾക്ക് അഭിമാനം വേണ്ടേ? ഈ പറയുന്ന ചാരിത്രം സ്ത്രീക്ക് മാത്രം മതിയോ? പുരുഷന്മാർക്ക് ചാരിത്രം വേണ്ടേ? അല്ലെങ്കിൽ പുരുഷന് ചാരിത്രം? അപ്പൊ പിന്നെ നമ്മുടെ അമ്മമാര് പറയുന്ന ഒരു സംഗതിയുണ്ട്, ആണുങ്ങളായാല് ചളി കണ്ടാ ചവിട്ടും, വെള്ളം കണ്ടാ കഴുകും. അതൊക്കെ പെണ്ണിനും ആവാം, സ്ത്രീകൾക്കും ആവാം. നമുക്കും എന്താ ചളിയിൽ കിടന്നിട്ടൊന്ന് ചാടാൻ തോന്നിയ ചാടിക്കൂടെ? വൈ നോട്ട്? കുറച്ച് വെള്ളം ചളി കെട്ടി കിടക്കുന്നു, നമുക്കും അതിനകത്ത് ചാടാം. ചാടി ദേഹത്തൊക്കെ ചളിയായി പോയി കുളിച്ചാൽ ആ ചളി പോയില്ലേ? ഏത് ചളിയിൽ നമ്മൾ ചാടിയാലും ആ ചളി അങ്ങ് കുളിച്ചു തീർത്താൽ സോപ്പിട്ട് കഴുകിയാൽ പോവാത്ത ചളിയുണ്ടോ? പുരുഷന് പോകുന്നുണ്ടെങ്കിൽ സ്ത്രീക്കും പോവില്ലേ? സ്ത്രീയുടെ മേലെ ഒരു ചളിയും പറ്റിപ്പിടിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പുരുഷന്റെ മേലിൽ നിന്ന് പോവാത്ത ചളി അല്ലെങ്കിൽ പുരുഷന്റെ മേലിൽ നിന്ന് പോകുന്ന ചളി സ്ത്രീയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിട്ട് സോപ്പിട്ടാൽ പോയിട്ടില്ല എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. പുരുഷന് പോകുന്നുണ്ടെങ്കിൽ സ്ത്രീക്കും പോകും, ഏത് ചളിയായാലും ശരി. അപ്പോ ഈ കാണിച്ചത് അങ്ങേയറ്റത്തെ ഒരു കന്നന്തിരിവായി പോയി മാർട്ടിൻ മേനാച്ചേരി. എന്തായാലും എത്ര അപ്പനുണ്ട് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, കാരണം അത് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. എത്ര ആൾക്കാരുടെ കൂടെ ഉണ്ടെങ്കിലും ഒരാൾക്കേ മകനായിട്ട് ജനിക്കുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യം നിലനിൽക്കെ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് തരം താഴ്ന്ന ഏർപ്പാടായി പോയി. ഫിലിം ഇൻഡസ്ട്രിയിലായാലും ഏത് അവസ്ഥയിലായാലും ശരി, സ്ത്രീക്ക് കഴിവുണ്ടെങ്കിൽ സ്ത്രീ വരട്ടെ, അല്ലെങ്കിൽ സ്ത്രീ നിവർന്നു നിന്ന് അവർ ബോൾഡായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കാൻ തയ്യാറാവൂ പ്ലീസ്. അതല്ലേ ഭംഗി, അതല്ലേ നല്ലത്. അല്ലാതെ അവരവർക്ക് പറ്റാത്തടത്ത് അല്ലെങ്കിൽ നമുക്ക് പയറ്റാൻ പറ്റാത്തടത്ത് നമ്മൾ തോറ്റുപോകുന്നിടത്ത് ഒരാളെ ഈ ചാരിത്രത്തിന്റെ പേരിലൊക്കെ അധിക്ഷേപിക്കാന്ന് പറഞ്ഞാല് അതൊരു രണ്ടാം തരല്ലേ? കൊടിച്ചിപ്പട്ടി കെട്ടിയിട്ട് തല്ലുന്നതിന് തുല്യമല്ലേ? പുരുഷന്റെ ശക്തി അല്ലെങ്കിൽ പുരുഷാകാരം പൂണ്ട പുരുഷര് ഒരു കൊടിച്ചിപ്പട്ടിയെ കെട്ടിയിട്ട് തല്ലിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മാന്യത? ഓരോ പുരുഷനും ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു പാവം കൊടിച്ചിപ്പട്ടിയെ കെട്ടിയിട്ട് തല്ലിയാൽ എന്താണ് അതിന്റെ മാന്യത? അത്രയേ ഉള്ളൂ. പാവം സ്ത്രീകളുടെ മേല് കുതിര കയറാനും അവരെ അധിക്ഷേപിക്കാനും അവരെ ഇതുപോലുള്ള പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കേസെടുക്കാനും കേസ് കൊടുക്കാനും സമൂഹത്തിന്റെ മുന്നിൽ അവരെ നാണം കെടുത്താനൊക്കെ ശ്രമിക്കുമ്പോൾ പുരുഷ നിങ്ങൾ വളരെ വളരെ തരം താഴ്ന്നു പോകുന്നു അങ്ങേയറ്റം. കാരണം നിങ്ങളെ ഈ പറയുന്ന ലെവലിലേക്ക് എത്തിച്ചതും ഒരു സ്ത്രീയാണ്. നിങ്ങളെ പ്രസവിച്ച് വളർത്തി കണ്ണേ കാലേ പൊന്നെ തേനെ എന്നൊക്കെ പറഞ്ഞ് പ്രസവിച്ച് വളർത്തി എല്ലാവരേക്കാൾ കൂടുതൽ സ്ഥാനമാനങ്ങൾ തന്ന് നിങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നതും ഒരു സ്ത്രീയാണ്, പുരുഷനല്ല. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, എന്താണ് ചെയ്യാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് എങ്കിലും. ഇപ്പൊ ഇതിലെന്തായാലും ശ്വേതാ മേനോന് എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ് അഡ്വാൻസ് ആയിട്ട്. ബിക്കോസ് അത് അത്രത്തോളം എത്തി. ഇനിയിപ്പോ ശ്വേതാ മേനോൻ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം അവരൊരു വിജയിയായി പ്രഖ്യാപിക്കാൻ വേണമെങ്കിൽ. അതാണ് ഇപ്പൊ മാർട്ടിൻ മേനാച്ചേരി ചെയ്തത്. ഇനി മാർട്ടിൻ മേനാച്ചേരി ഒരു കാര്യം ചെയ്യൂ, നാട്ടിൽ ഇതുപോലെ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരുപാട് പേരുടെ ലിസ്റ്റ് ഞാൻ തരാം. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കേസ് കൊടുക്കൂ പോയിട്ട്. എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ അല്ലേ മാർട്ടിൻ മേനാച്ചേരി? എന്നെ കേൾക്കാൻ എന്തെങ്കിലും താങ്കൾക്കൊരു യോഗം ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ്, നിങ്ങൾ നാട്ടിൽ നന്നാക്കൂ, ശരി. കുട്ടികൾ വഴിതെറ്റുന്നതിന് നിങ്ങൾ തടയൂ, ശരി, സമ്മതിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് നാട്ടിൽ നടക്കുന്ന ഇതുപോലെ പബ്ലിക്കായിട്ട് പിന്നെ പരസ്യത്തോടു കൂടിയിട്ട് ശരീരം വിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഞാൻ തരാം ലിസ്റ്റ്. നിങ്ങളെ പറ്റുമെങ്കിൽ ഒന്ന് കേസ് കൊടുക്ക്. ബാക്കി ഈ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ വെറുതെ വിട്. ഈ മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ നേരെ തിരിയുമ്പോ താൻ എപ്പോഴും തന്റെ കുടുംബത്തിരിക്കുന്ന പെണ്ണുങ്ങളെ ഒന്ന് ഓർക്ക്. അപ്പൊ തനിക്ക് കാര്യം മനസ്സിലാവും. എപ്പോഴും ഈ സ്ത്രീകളെ മാനം കെടുത്താനും നാണം കെടുത്താനും ഇറങ്ങിത്തിരിക്കുന്ന പുരുഷന്മാര്
അവരവരുടെ കുടുംബത്തിരിക്കുന്ന സ്ത്രീകളോട് എന്തെങ്കിലും ഒരു ബഹുമാനം കാണിക്കുന്നുണ്ടെങ്കിൽ ആ ബഹുമാനത്തോട് കൂടിയിട്ട് മറ്റുള്ളവരെ നോക്കാനും തയ്യാറായി കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ മനസ്സിലാവും ഈ പറയുന്നവന് കുടുംബത്തുള്ളവരോടും ഒരു ബഹുമാനമില്ല, സ്വന്തം പെറ്റ തള്ളയോട് പോലും ഒരു ബഹുമാനം കാണില്ല എന്ന്. അങ്ങനെയുള്ളവന്മാരെ ഈ ജാതി പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുള്ളൂ. ശരിയല്ലേ? അപ്പൊ എന്ത് ആരോപണം പറഞ്ഞാലും, എന്ത് ആരോപണ വിധേയമായാലും ശരി, ഈ ആരോപണം ഉന്നയിക്കുന്നവന്മാര് ചിന്തിക്കണം, ഈ എന്താ പറയാ, തരം താഴ്ന്ന അല്ലെങ്കിൽ ഇനി ഇതിനേക്കാൾ ഇനി ഒരു ഉളുപ്പുണ്ടോന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതൊക്കെ കുറഞ്ഞു പോകും ഒരുപാട്. അപ്പൊ അതുകൊണ്ട് മാർട്ടിൻ മേനാച്ചേരി നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് പോൺ സൈറ്റുകളിൽ കയറുവോ, ആ ലിങ്കുകൾ തപ്പിപ്പോവോ, സ്വയം ആസ്വദിക്കുവോ, എന്തോ ചെയ്യൂ. പക്ഷെ ആ സംഭവങ്ങളൊന്നും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പടർന്നു പിടിക്കാതെ അങ്ങ് നോക്കേണ്ടത് അങ്ങയ്ക്കും കൂടിയിട്ട് അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നാണം കെട്ടുപോകും. ഇതുപോലെ ചാനൽ ചർച്ചകളിലൊക്കെ താനാ ഹാഷ്മിയൊക്കെ ചോദിക്കുമ്പോൾ ഇരുന്ന് ചൂളി പോകുന്നത്, ഞാനാണെങ്കിൽ വല്ല ആത്മഹത്യ ചെയ്യും പോയിട്ട്. ഇതിനൊക്കെ പോണ്ട വല്ല കാര്യമുണ്ടോ? പറ്റ തള്ള സഹിക്കില്ല. തന്റെ മുഖത്ത് വെട്ടിയ ചോരയുണ്ടായിരുന്നില്ല മാർട്ടിൻ മേനാച്ചേരിയെ. അപ്പൊ ആരാണ് ഇയാളുടെ പുറകിൽ കളിച്ചെന്നുണ്ടെങ്കിലും തരം താഴ്ന്നു പോയി. മാർട്ടിൻ മേനാച്ചേരി അല്ല ഇതിന്റെ പുറകില്, അത് ഇയാള് ശിഖണ്ഡി മാത്രമാണ്. മഹാഭാരത യുദ്ധത്തില് ഈ ശിഖണ്ഡി മുൻനിർത്തിയിട്ട് യുദ്ധം ചെയ്ത പോലെ ഇവിടെ ആരോ യുദ്ധം ചെയ്യുന്നുണ്ട്. ഈ മാർട്ടിൻ മേനാച്ചേരിയെ മുൻനിർത്തിക്കൊണ്ട് അതൊരു ശിഖണ്ഡി മാത്രമാണ്. ആരോ ഇതിന്റെ പുറകില് യുദ്ധം നടത്തുന്നുണ്ട്, അത് ഉറപ്പാണ്. അപ്പൊ ആ നടത്തുന്നവന്മാരാരായാലും ശരി വൃത്തികേടായി പോയി, നാണം കെട്ടുപോയി, അത്രേ പറയാനുള്ളൂ. അപ്പൊ ശ്വേതാ മേനോന് അവരെ കാണാനും ഒരു നല്ല സുന്ദരിയാണ്, ബാക്കിയല്ല കൊള്ളാം, സൂപ്പർ സ്റ്റാർ ആണ് വേണമെങ്കിൽ പറയാം. അവരുടെ അഭിനയങ്ങളും അവരുടെ രൂപഭാവങ്ങളും ഒക്കെ നല്ല നല്ല രീതിയിൽ വളരെ നല്ല കഴിവുള്ള ഒരു സ്ത്രീയാണ് അവര്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്റെ എല്ലാ തരത്തിലുള്ള വിജയാശംസകളും ഞാൻ നേരെയാണ്. ഞാൻ ഈ ഒരു കാര്യത്തിൽ ശ്വേതാ മേനോനൊപ്പം തന്നെയാണ്. ഞാനങ്ങനെ ഒരിക്കലും സ്ത്രീപക്ഷം നിൽക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ എപ്പോഴും പുരുഷന് സപ്പോർട്ട് വേണ്ടി വന്നാൽ പുരുഷനും വേണം അഭിമാനം എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ പുരുഷനും ആത്മാഭിമാനമുണ്ട്, പുരുഷനാണ് മേലെ തന്നെ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഈ വിഷയത്തിൽ എനിക്ക് ശ്വേതയെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം വളരെ ചീപ്പായി പോയി, തരം താഴ്ന്നു പോയി. അതുകൊണ്ട് ശ്വേതാ മേനോൻ എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.